സുഹൃതം സുശീലം 2024 തിരുമല കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു. തിരുമലയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ നവോമണ്ഡലങ്ങളിൽ തിളക്കമാർന്ന ജനകീയ മുഖമായിരുന്ന തിരുമല എസ് സുശീലൻ നായരുടെ അനുസ്മരണമാണ് സുഹൃതം സുശീലം 2024 എന്ന പേരിൽ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നത്. തിരുമലയിലെ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലയിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ തിളങ്ങിയ വ്യക്തിത്വമാണ് എസ് സുശീലൻ നായർ സാർ. 13 വർഷക്കാലം തിരുമല വാർഡിനെ പ്രതിനിധീകരിച്ച് നഗരസഭയിൽ കൗൺസിലറായിരുന്നു എന്ന് മാത്രമല്ല, തിരുമല സ്കൂളിൽ 33 വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ തിരുമലയുടെ സമുന്നതമായ വികസനത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഇന്നും നാട്ടുകാർ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നതാണ്. ഈ നാട്ടിലെ വയൽവരമ്പുകളെല്ലാം തന്നെ വീതിയേറിയ റോഡുകളായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. വീതിയേറിയ റോഡുകൾ ഇന്ന് ഏറ്റവും സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് അതിനുശേഷം വന്ന കൗൺസിലർമാരാണെങ്കിലും ആ റോഡിന് ഈ വീതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. തിരുമല ജംഗ്ഷനിൽ തിലകക്കുറിയായിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം തറക്കല്ലിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു ബിൽഡിംഗാണ്. തിരുമലക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതും എന്നാൽ നഗരസഭയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഒന്നുമാണ് ഇന്ന് തിരുമലയിൽ കാണുന്ന ആ ഷോപ്പിംഗ് മോൾ. മാത്രമല്ല, തിരുമല ഹൈസ്കൂളിൽ പ്രവർത്തിക്കുമ്പോഴും ദരിദ്രരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതോടൊപ്പം അദ്ദേഹം നഗരസഭാ കൗൺസിലറായിരുന്ന മുഴുവൻ കാലയളവിലും ഈ 13 വർഷക്കാലവും അദ്ദേഹത്തിന് കിട്ടിയ റെമ്യൂണറേഷൻ ഈ വാർഡിലെ ഏറ്റവും സാധുക്കളായ ജനങ്ങൾക്ക്, അന്ന് ഓല കെട്ടുന്ന വീടുകളും ചോർന്നൊലിക്കുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ വീടുകൾ ഓല മേയുന്നതിനും അവരുടെ വീടുകൾ സുരക്ഷിതമല്ലാത്ത വീടുകൾ സുരക്ഷിതമാക്കുന്നതിനുമൊക്കെയാണ് അദ്ദേഹം ആ തുക ചെലവഴിച്ചിരുന്നതെന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യം. തിരുമല സ്കൂളിനെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയം പോലും അതിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇടപെടുത്താതെ ഇന്ന് കാണുന്ന ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ കൂടി പരിശ്രമത്തിൻ്റെ ഭാഗമായി. ഇന്നിവിടെ സുശീലൻ നായർ ഫൗണ്ടേഷൻ്റെ 3ാമത് വാർഷികാഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അദ്ദേഹം തുടങ്ങിവെച്ച വിവിധ കലാ സാംസ്കാരിക സാമൂഹിക പരിപാടികൾ ഈ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ സുശീലൻ നായർ സാറിനെ ആദ്യം പരിചയപ്പെടുന്ന കൗൺസിൽ ഹാളിനകത്ത് വെച്ചാണ്. അന്ന് ഞങ്ങൾക്ക് 3 പേരെ BJPക്ക് കൗൺസിലർമാരായിട്ടുണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസ്സിന് വളരെ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു. ഭരണകക്ഷി ഇടതുപക്ഷമാണെങ്കിൽ പോലും സുശീലൻ നായർ സാറ് എന്നെപ്പോലെ തന്നെ ഒരു അധ്യാപകനാണ്. പല കാര്യങ്ങളും ഞാൻ സാറുമായിട്ട് സംസാരിക്കാറുണ്ട്, സാറിൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ട്. സാറും അതുപോലെ തന്നെ എന്നെ വിളിച്ച് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. എന്ന് മാത്രമല്ല, ഒരു വാർഡിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഒരു കൗൺസിലറാണ് ശ്രീമാൻ സുശീലൻ നായർ. അതിൽ നമുക്കൊക്കെ അഭിമാനവും സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമയത്തിനുള്ളിൽ വാർഡിനകത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂമിൽ പോയി ഇരുന്നിട്ടുണ്ട്. വളരെ സമർത്ഥമായ രീതിയിൽ ആജന്മ വൈഭവമുള്ള ഒരു അധ്യാപകനെ പോലെ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു അധ്യാപകനായിട്ടാണ്. എന്ന് മാത്രമല്ല, അന്ന് ശിവൻകുട്ടിയായിരുന്നു മേയർ. പല കാര്യങ്ങളിലും ശിവൻകുട്ടി ഞങ്ങളെ 2 പേരെയും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അന്ന് ജനകീയാസൂത്രണം തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ എല്ലാ സ്കൂളുകളിലും ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് പരീക്ഷണശാലകളും അതുപോലെ തന്നെ പഠനോപകരണങ്ങളും ഒക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ള ജോലിയിൽ വ്യാപൃതനാവാൻ എന്നെ അതുപോലെ തന്നെ സുശീലൻ നായർ സാറിനെയും ശിവൻകുട്ടി ഏൽപ്പിക്കുകയുണ്ടായി. അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഗവൺമെൻറ് സ്കൂളുകളിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സുശീലൻ നായരുടെ ഭാര്യയും മക്കളും മരുമക്കളും ചെറുമക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ മുൻ മന്ത്രി M. വിജയകുമാർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃകാ അധ്യാപകൻ, മികച്ച നഗരസഭാ കൗൺസിലർ, സാംസ്കാരിക നായകൻ എന്നിങ്ങനെ പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നു എസ് സുശീലൻ നായർ. 2020 മെയ് മാസം 19-നാണ് അദ്ദേഹം അന്തരിച്ചത്.
നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് തിരുമല എസ് സുശീലൻ നായർ ഫൗണ്ടേഷൻ മുഖേന കഴിഞ്ഞ 3 വർഷക്കാലമായി നടത്തിവരുന്നത്. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ആർ സജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ആനന്ദ് കണ്ണശ അധ്യക്ഷനായിരുന്നു. എക്സ്-എം പി എൻ പീതാംബരക്കുറുപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് തിരുമലയിൽ കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്കുള്ള ആദരവും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്ക് പുരസ്കാര വിതരണവും നടന്നു. പാൽക്കുളങ്ങര നഗരസഭാ കൗൺസിലർ പി അശോക് കുമാർ, തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അജിത് ലാൽ KP, CPIM തിരുമല ലോക്കൽ സെക്രട്ടറി രാജേഷ്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പ്രതാപ് സിംഗ്, രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് M ശശിധരൻ നായർ, ആലിമൂട് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് B പത്മകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് വടകര രവീന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി. കണ്ണശ മിഷൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു.